നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന അനുഗ്രഹം എന്തൊക്കെയാണെന്നാണ്. അതുപോലെ നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും എൻഡിങ് ആവുന്നുണ്ടോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സൽ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, അത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് കാണാവുന്നതാണ്. നിങ്ങൾക്കത് ആ ടൈമിൽ റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ നമ്മളുടെ റീഡിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷനാണ്. അത്രത്തോളം പ്രാർത്ഥനയോടുകൂടി വരാഹി ദേവിയിൽ സമർപ്പിച്ച് നമ്മൾ എടുക്കുന്ന റീഡിങ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അർഹതയുള്ളവരുടെ അരികിൽ തന്നെ എത്തുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. അപ്പം നിങ്ങൾ അതിനെ വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടു കൂടി മനസ്സിലാക്കുകയും അതിൽ നിന്നും നിങ്ങൾക്ക് ഹീലായി പോകേണ്ടതായ നെഗറ്റീവായ സിറ്റുവേഷൻസ് ഒക്കെ ഹീലാവുകയും നിങ്ങൾക്ക് അർഹമാകുന്നത്, നിങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് മാനിഫെസ്റ്റിംഗ് ആയി വരികയും ചെയ്യുമെന്നത് 100% ഉറപ്പാണ്. നിങ്ങൾ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ദ സ്ട്രെങ്ത് കാർഡാണ് കേട്ടോ. ഒരു പവർഫുൾ എനർജി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയിലേക്കാണ് യൂണിവേഴ്സ് നിങ്ങളെ ഇനി കൊണ്ടുപോകുന്നത്. മറ്റുള്ളവരുടെ കീഴിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൺട്രോളിങ് പവറിലായിരുന്നു നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റാതെ നിന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂണിവേഴ്സൽ നൽകുന്നത് ഒരു സ്ട്രെങ്താണ്, ശക്തിയാണ്, ധൈര്യമാണ്. ആൻസൈറ്റി, ഡിപ്രഷൻ, അതായത് നിങ്ങൾ അനുഭവിച്ചിരുന്ന ഓരോ താഴ്ന്ന സിറ്റുവേഷൻസുകൾ, അതായത് ഉത്കണ്ഠകളെയും അതുപോലെ പെയിൻഫുള്ളായ സാഹചര്യങ്ങളെയും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയാൻ പറ്റും എന്ന ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല, 2 ഫേസ് ഉള്ള, 2 മുഖത്തോടു കൂടി, അതായത് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് പോലല്ല നിങ്ങളോട് ചിലർ പെരുമാറിയിരുന്ന എന്നുള്ള ആ ഒരു സത്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ച് തരുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും പോസിറ്റീവായ ഒരു എനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്കിനി ആരെയും തിരിച്ചറിയാം. കാരണം നിങ്ങൾ നിഷ്കളങ്കമായി മറ്റുള്ളവരോട് ഇടപെടുകയും മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒരുപാട് സപ്പോർട്ടും ഹെൽപ്പൊക്കെ നൽകിയിരുന്ന എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും തിരിച്ച് കിട്ടിയതെല്ലാം ചിലപ്പോൾ അവഗണനകളും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ലാത്ത രീതിയിൽ, നിങ്ങൾക്കൊരു വില നൽകിയിരുന്നില്ല. നിങ്ങൾ എത്രത്തോളം ചേർത്ത് നിർത്തിയവരും സപ്പോർട്ട് ചെയ്തവരും നിങ്ങളുടെ സമയം പോലും കളഞ്ഞ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു തിരിച്ചറിവ്, അതായത് നിങ്ങളത് ചെയ്തതൊന്നും അർഹമാകുന്ന ഭാഗങ്ങളിലല്ല അല്ലെങ്കിൽ അർഹതയുള്ളിടത്തല്ല നിങ്ങളുടെ ഇമോഷൻസ് പോലും നിങ്ങൾ അടിയറ വെച്ചതെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണ്, സ്ട്രെങ്ത് ആവുകയാണ്, ഒരു ശക്തമായ എനർജിയിലേക്ക് മാറുകയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാനും നിങ്ങളിലേക്ക് തിരിച്ചു പോരാനും പറ്റുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ പല രീതിയിൽ സപ്പോർട്ട് ചെയ്തവർ, അതായത് ഫിനാൻഷ്യലി ഒക്കെ നിങ്ങൾ ചിലപ്പോൾ അർഹതയില്ലാത്ത ചില സിറ്റുവേഷൻസിലായിരുന്നു കാണും നിന്നിരുന്നത്. നിങ്ങളെ അംഗീകരിക്കുന്നവരെയും നിങ്ങളെ സ്നേഹിച്ചവരെയും നിങ്ങൾക്ക് ഹെൽപ്പ്, നിങ്ങൾക്കൊരു നഷ്ടവും ഒരു വിഷമവും വരുമ്പം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിരുന്നില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. നിങ്ങൾക്ക് യഥാർത്ഥമാകുന്ന പോസിറ്റീവാകുന്ന ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. കൂടാതെ തന്നെ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മുന്നോട്ടേക്കൊരു സക്സസ്സോ ജീവിത സിറ്റുവേഷൻസോ ഒന്നുമില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളൊരു ഉൾവലിഞ്ഞ് നിന്ന് അല്ലെങ്കിൽ ഒരു വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതിന് വേണ്ടിയിട്ട് വേണ്ട ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരു വിവാഹത്തെക്കുറിച്ചൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു എനർജിയെ, നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു ട്വിൻ ഫ്ലെയിം ജേണീനെ നിങ്ങളിലേക്ക് നൽകാൻ
പോകുന്നു. അതല്ലെങ്കിൽ അതിനു വേണ്ട തുടക്കങ്ങൾ, ഒരു ലൈഫ് സിറ്റുവേഷൻ, പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ആരംഭത്തിൻ്റെ സമയമാണ്. അതിന് പറ്റിയ ഒരു ടൈമാണ് നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ കുറേ ആളുകൾക്കൊക്കെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക്, അതായത് സ്പിരിച്വലി ഒക്കെ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടൊക്കെ നല്ല ഒരു എനർജിയോട് കൂടിയിട്ട്, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ തിരിച്ചറിയാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റെല്ലാവരെയും അന്ധമായിട്ട് വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിവേകത്തോടു കൂടി, അതായത് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്, അതായത് മറ്റുള്ളവരുടെ പ്രവൃത്തിയിലൂടെയോ വാക്കിലൂടെയോ അവരുടെ മുഖത്തിൻ്റെ ഭാവങ്ങളിലൂടെ അവരെന്താണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പാകത്തിന് നിങ്ങളൊരു സ്പിരിച്വലായ ഒരു യാത്രയിലേക്ക് മാറി എന്നാണ് കാണുന്നത്. അത്രത്തോളം നിങ്ങളുടെ സോള് പോസിറ്റീവ് എനർജിയിലേക്ക് ആകുന്നു. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളിൽ ഇനി വരുന്ന വ്യക്തികൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ ഗൈഡൻസ് നൽകുന്നവർ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ടിങ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളായിരിക്കും കേട്ടോ. അതുപോലെ എനിക്ക് ഇതിനകത്ത് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത്, നിങ്ങൾ ഏതെങ്കിലും കോർട്ട് സംബന്ധമായി ലീഗലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു വിധി വരുന്നുണ്ട്, ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. അത് നിങ്ങളിൽ ചിലപ്പെങ്കിൽ ചില വ്യക്തികളിൽ അതൊരു നിരാശയ്ക്കുള്ള ഒരു വക വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിഷമിക്കരുത്, നമുക്ക് നമ്മുടേതായ ടൈം മാറി വരും കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് നല്ലൊരു ഗൈഡൻസ് നേടി അല്ലെങ്കിൽ നല്ല ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൽ വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് നീക്കാനെന്ന് നമുക്കൊരു എനർജി വരുന്നുണ്ട്. 5 ഓഫ് കപ്സ് ആണ്. വളരെയധികം നിരാശയോടുകൂടി നഷ്ടങ്ങളെ ഓർത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് അതിനെ ഒന്നും നിങ്ങൾ സ്വീകരിക്കാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഇൻവെസ്റ്റ് ചെയ്ത് കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ മാറ്റം വരുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു പേഴ്സണിൽ തന്നെ നിങ്ങളുടെ മനസ്സും നിങ്ങളെയും സമർപ്പിച്ച് നിന്നിരുന്നുവെങ്കിൽ, അവിടെ ആയിരുന്നു നിങ്ങളുടെ ലോകം നിങ്ങൾ സൃഷ്ടിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു പോസിറ്റീവായ, നിങ്ങൾ ചെയ്ത ആ ഒരു ഹാർഡ് വർക്കിന്, നിങ്ങൾ ചെയ്ത ആ ഒരു ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അതിൻ്റേതായൊരു പ്രതിഫലം, അതായത് അർഹമാകുന്ന ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇമോഷണലി നിങ്ങൾക്കൊരു ഫോക്കസിങ്, ഒരു മാറ്റം, ഒരു മൂവിങ് ഇമോഷണലി നിങ്ങൾക്കുണ്ടാകുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നഷ്ടമായിട്ടോ അല്ലെങ്കിൽ അത് കിട്ടാതെ പോകുന്നതായിട്ടോ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. 5 ഓഫ് വാൻഡ്സ് ആണ് വരുന്നത്. കരിയർ പരമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫൈറ്റിംഗ് എനർജി, എപ്പോഴും മറ്റുള്ളവരുമായിട്ടൊരു മത്സരം അല്ലെങ്കിൽ ഫൈറ്റിംഗ് എനർജി, നിങ്ങളുടെ വാക്കിനും പ്രവൃത്തികൾക്കും വാല്യൂ ഇല്ലാതെ നിങ്ങൾക്കെതിരെ മറ്റുള്ളവർ എപ്പോഴും ഫൈറ്റിംഗ് എനർജിയോട് കൂടിയാണ് നിന്നിരുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു സമാധാനം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുള്ള, അതായത് ടാലൻറ്റഡ് ആയ പേഴ്സണാണ്. എന്ത് കാര്യങ്ങളെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെയും ക്ഷമയോടുകൂടി നേരിടാനും കഴിവുണ്ട്. എന്നാൽ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. എല്ലാത്തിനും കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അറിവുണ്ട്. അത് വെയിറ്റിംഗ് ചെയ്യണമെന്നറിയാം, അതല്ലെങ്കിൽ ഇത് വിട്ട് കളയേണ്ടതിന് വിട്ട് കളയണമെന്നറിയാം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഒരു കൺട്രോളിങ് പവർ നഷ്ടപ്പെടുന്ന ഒരു എനർജി, കോമ്പറ്റീഷൻ ആണെങ്കിലും മത്സരത്തിനാണെങ്കിലും തുനിഞ്ഞിറങ്ങുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം, ഒരു ഇൻസ്പിറേഷൻ, നിങ്ങൾക്ക് പോലും നിങ്ങളെ അതിശയം തോന്നുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ഇത്രത്തോളം സക്സസ്സിൽ എത്തുന്നല്ലോ എന്നുള്ള ആ ഒരു എനർജിയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ, അതായത് വേണ്ടപ്പെട്ടവരായിട്ടാണ്, കുടുംബത്തോടാണ് നിങ്ങൾ ഒരുപാട് ഫൈറ്റിംഗ് എനർജിയിൽ എപ്പോഴും അതൊരു
കറക്റ്റായിട്ടുള്ളൊരു എനർജിയിലൂടെ പോകുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, എന്ത് ചെയ്യുമ്പോഴും നിരാശ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾക്ക് വേറെ അവസരങ്ങളുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നത്. എന്തിനെയാണോ നിങ്ങൾ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അതിനെ വിട്ടുപോകാതെ അതിലേക്ക് തന്നെ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്ന പേഴ്സണാണ്. എന്താണെങ്കിലും നിങ്ങൾക്കൊരു മാറ്റമാണ് കാണുന്നത്, ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ നേടിയെടുക്കാൻ പറ്റുന്നു. നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്തതിനും നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്തതിനും എല്ലാം ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് ഇമോഷണലി ഒരു വ്യക്തിക്കൊക്കെ വേണ്ടി നിങ്ങൾ കുറേ കാലങ്ങളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വെയിറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് വരാൻ പോകുന്നു കേട്ടോ. വളരെയധികം ഗ്രോത്ത്, ഒരു മാറ്റമാണ്, ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു. അത് യൂണിവേഴ്സ് അനുഗ്രഹിച്ച് തന്നെ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഹോൾഡ് ചെയ്ത് നഷ്ടപ്പെടാതെ എത്രത്തോളം സൂക്ഷിച്ചു വെച്ചോ, മുന്നിൽ ഒരുപാട് അവസരങ്ങൾ വന്നിട്ടും ഈ ഒരു കാര്യത്തെ മാത്രം നിങ്ങൾ ഹോൾഡ് ചെയ്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ചെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുകയും ഒരുപാട് തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും അതിജീവിക്കേണ്ടി വന്നെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് നിങ്ങൾ എന്തോരം വാരി കൊടുത്തോ അത് നിങ്ങൾക്ക് അതിനേക്കാൾ ഇരട്ടിയായിട്ട് തിരിച്ച് നൽകപ്പെടുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്, ഒരു പേഴ്സൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് ആയിക്കോട്ടെ, നിങ്ങൾ എന്താണോ നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഴത്തിൽ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ട ഡോർ ഓപ്പണിംഗ് ആയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ വഴിത്തിരിവാണ് ഇനി അങ്ങോട്ടേക്ക്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ ബ്ലെസ്സിങ്സ്, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ സർവ്വ അനുഗ്രഹവുമുണ്ട്. നിങ്ങളിനി പ്രവർത്തിച്ചാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസിനെ നമുക്കിവിടെ കിട്ടുന്ന കാർഡ് വെച്ചാണ് ഗൈഡൻസ് നൽകുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് ആ കാർഡുകൾ ഏകദേശം കണ്ടു കഴിയുമ്പോൾ അറിയാം, ഞാൻ എപ്പോഴും കാർഡ് മാറുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു, നൽകപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതായത് പാസ്റ്റിലെ എല്ലാ പ്രശ്നങ്ങളെയും, പാസ്റ്റിൽ സംഭവിച്ചിരുന്ന പല തെറ്റുകളെയും അല്ലെങ്കിൽ പല പിഴകളും പല മിസ്റ്റേക്കും നമുക്ക് സംഭവിക്കാം. അതിനെല്ലാം ബാലൻസിൽ എത്തിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങളെയും പല കാര്യങ്ങളെയും നിങ്ങൾ ഹീലാക്കുന്നു. കാരണം അതെല്ലാം ഒരു ബ്ലെസ്സിങ്സ് ആണ്. മാലാഖയുടെ, ഏഞ്ചൽസിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ്, യൂണിവേഴ്സലിൻ്റെ ഒരു സപ്പോർട്ടോടു കൂടി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് ഹീലാക്കി കളയാനും മറന്ന് വീണ്ടും മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സ്ട്രെങ്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ നിങ്ങൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്, എന്ത് കാര്യത്തിനെയാണോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചത്, നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചത്, ആ ഒരു ഇമോഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. വളരെയധികം ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡോറാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഓപ്പണിംഗ് ആക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക, നിങ്ങളതിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. പാസ്റ്റിലെ കാര്യം ബാലൻസിലാക്കുക എന്നാണ് നമുക്കിതിന് മുന്നേ വന്നിരിക്കുന്ന എനർജി. പാസ്റ്റിലെ കാര്യത്തെ, പാസ്റ്റിൽ ചിലർ ഒരുപാട് അനുഭവിച്ച ഹാപ്പിനെസ്, സന്തോഷത്തെയൊക്കെ ഓർത്ത് ഇപ്പം നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മനസ്സിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അബണ്ടൻസ്, ഒരു വിജയത്തിനും സക്സസ്സിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പാസ്റ്റിൽ തുടങ്ങി വെച്ചത് നിങ്ങൾക്ക് നഷ്ടത്തിൽ അല്ലെങ്കിൽ അത് നിങ്ങളിൽ നിന്നും വിട്ടുപോയി എങ്കിൽ അതിനെ ഓർത്ത് നിങ്ങളിപ്പോൾ ദുഃഖിക്കുന്നു അല്ലെങ്കിൽ നിരാശപ്പെടുന്നു എങ്കിൽ അത് വിട്ട് കളയുക എന്നാണ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഒരുക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരും. അവർ നിങ്ങളുടെ യഥാർത്ഥ സോൾ കണക്ഷൻസിൽപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾ ആരെയെങ്കിലും ഇമോഷണലി ഓർത്ത് ദുഃഖിക്കുന്നുവെങ്കിൽ അവരുടെ വരവിന് വേണ്ടി നിങ്ങൾ കുറേ കാലങ്ങളായി വെയിറ്റിംഗ് ചെയ്ത് ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ, അതായത് നിങ്ങൾ എവിടെയാണോ അവരുമായിട്ട് സെപ്പറേഷൻ ആയത്, ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. തീർച്ചയായിട്ടും ശക്തമാവുന്ന ഒരു റീയൂണിയനാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് ഒരുക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു വിവാഹമായിട്ടാണ് ആ ഒരു എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അതല്ല നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും പഴയ രീതിയിലെ ഒരു സന്തോഷം, സമാധാനം, നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ലവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും.
അതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ അബണ്ടൻസ്, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയത് നിങ്ങൾക്കതിൽ നിന്നും ഒന്നും ലഭിച്ചില്ല എന്നുള്ള ഒരു, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു സ്റ്റെബിലിറ്റി വന്നില്ല എങ്കിൽ അതും നിങ്ങളിലേക്ക് പൂർണ്ണതയോടുകൂടി യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ്, അതായത് നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ടും നിങ്ങളത് വിട്ട് കളയാതെ അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്തു, ക്ഷമയോടുകൂടി വെയിറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപാട് അനുഗ്രഹത്തോടു കൂടിയ ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നത്. ഹയറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു പുതിയ വഴിത്തിരിവ്, പുതിയ ചില കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട്. കുറേ ആളുകളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുതിയ കുറേ കാര്യങ്ങൾ, പുതിയ സിറ്റുവേഷൻസ്, പുതിയ ബന്ധങ്ങളെയൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഒരുക്കിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ നല്ലൊരു എന്താ പറയുക, ഇൻസ്പിറേഷനോട് കൂടി, അതായത് നാളെയെക്കുറിച്ച് നിങ്ങൾക്കുള്ള ആ ഒരു വിശ്വാസം, അതായത് നല്ല സ്ട്രോങ് എനർജിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നാളെ എന്താണ്, നാളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നേടണം എന്നുള്ള ആ ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനു വേണ്ട ഒരു വഴി, ഒരു പാത്ത് നിങ്ങൾ അതായത് അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർഗം ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യാൻ, ഒരു പുതിയ എന്തെങ്കിലും കാര്യം നിങ്ങൾ തുടങ്ങാൻ ആരംഭിച്ചു, അത് ബിസിനസ് ആയിക്കോട്ടെ, ജോലി സംബന്ധമായിട്ട് പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ നിങ്ങൾ ക്ഷണിക്കുന്നതായിക്കോട്ടെ, നിങ്ങളൊരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി തയ്യാറാകുന്നത് ഏറ്റവും പോസിറ്റീവായതും ബ്ലെസ്സിങ്സുമാണെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നിരാശയെ വിട്ടുകളയാനുള്ള സമയമായി, അതായത് നിങ്ങൾ ഇത്രയും നാളും അവഗണനയും ഒറ്റപ്പെടലും അനുഭവിച്ചുവെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് എൻഡിങ് ആകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ 2 ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. വളരെയധികം ചിന്തകൾ, ഒരുപാട് തോട്ട്സ്, നെഗറ്റീവ് തോട്ട്സുകൾ, അല്ലെങ്കിൽ നിങ്ങളെ കൺട്രോളിങ് ചെയ്യാതെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ, മറ്റ് നെഗറ്റീവായ ചില കാര്യങ്ങൾ, അതായത് നമ്മൾ ചിലതൊക്കെ ഹീലാക്കി കളയാനും മറന്നു കളയാനും ശ്രമിക്കുമ്പോൾ അത് അതിനേക്കാൾ ശക്തമായി നമ്മളെ ആക്രമിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. നമ്മൾ വിട്ട് കളയാം, ഇനി എൻ്റെ ലൈഫിൽ ആ ഒരു സാഹചര്യം വേണ്ട, ആ വ്യക്തിയുടെ ഓർമ്മകൾ വേണ്ട, ആ ഒരു നഷ്ടപ്പെട്ട ഒരു കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ വേണ്ട എന്ന് ചിന്തിക്കുമ്പോൾ അത് അതിനേക്കാൾ ഇരട്ടി ശക്തിയായിട്ട് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്ന ചില ചിന്തകളുണ്ടെങ്കിൽ, അതായത് ഒരു വിജയത്തിന് വേണ്ടി, ഒരു സക്സസ്സിന് വേണ്ടി, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വിവാഹത്തിനൊക്കെ വേണ്ടിയിട്ട് പൂർണ്ണമായി ഒരുക്കങ്ങൾ നടത്തിയിട്ട് അതിൽ നിന്നും പിന്മാറേണ്ടി വന്ന ചിലരുടെ എനർജിയെ കാണുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് പ്രതീക്ഷ വെച്ച ഒരു കാര്യത്തിന് പിന്മാറിക്കളയേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കിയ ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങളെ വളരെയധികം അലട്ടുന്നുണ്ടായിരുന്നു എന്നാണ് കാണുന്നത്. ഒരുപാട് നിങ്ങൾ പിരിമുറുക്കം, ഒരു കൺഫ്യൂഷൻ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുചെന്ന് എത്തിക്കാനും ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന ആ ഒരു എനർജിയിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റക്കായി നിന്നെങ്കിൽ, അത് കരിയർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റക്നെസ് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ കൊണ്ട്, ചിലപ്പോൾ ചിലരൊക്കെ സൂയിസൈഡ് ചെയ്യുക എന്നൊരു എനർജിയിലേക്ക് വരെ ഉള്ള ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ച ഒരു എനർജിയാണ് കാണുന്നത്. അത് നിങ്ങളെ വിട്ടുപോകുന്നില്ലായിരുന്നു എത്ര ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഒരുപാട് പേര് കൗൺസിലിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളും, അതുപോലെ നിങ്ങൾ ഹെൽത്ത് പരമായ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വന്ന ഒരു ഇത് കാണുന്നുണ്ട്. ഹെഡ് പെയിൻ, ഭയങ്കര മൈഗ്രെയിൻ്റെയൊക്കെ ഒരു എനർജി നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ മാനസിക പിരിമുറുക്കം അനുഭവിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു എൻഡിങ് ആണ് കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാക്കാനും ആ ഒരു സിറ്റുവേഷൻസ് അത് അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു, ഞാൻ അതിനെ നേരിടേണ്ട വ്യക്തിയായിരുന്നു എന്ന ആ ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിവ്, നമുക്കൊരു മനസ്സിലാക്കാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിനെ നമുക്ക് ചിരിച്ചു തള്ളാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് എത്തുക എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണല്ലേ. ആ ഒരു എനർജിയിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു. നിങ്ങൾക്ക് എല്ലാത്തിനെയും വളരെ ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ ഒരു എന്താ പറയുക, നമുക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ട് കാണാൻ, നമ്മളുടെ ശത്രുവായിക്കോട്ടെ, നമ്മളെ ദ്രോഹിച്ചവരായിക്കോട്ടെ, നമ്മളെ വഞ്ചിച്ചവരായിക്കോട്ടെ, അവരെയെല്ലാം ഏറ്റവും നല്ല സ്നേഹത്തോടെ നമുക്കൊന്നും
മനസ്സിൽ ചിന്തിക്കാൻ തന്നെ സാധിക്കുക എന്നത് വളരെയധികം ബ്ലെസ്സിങ്സ് ഉണ്ടായാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു എനർജിയിലേക്കാണ് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നത്. നിങ്ങൾക്ക് അനുഗ്രഹം തന്നെയാണ് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഒരു ടൈം മാറുന്നു, നിങ്ങളുടെ തലവര, നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെയധികം ആക്റ്റീവ് ആകുന്നു. നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ ഓരോ തടസ്സങ്ങൾ, എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ഓവർ കൺട്രോളിങ് നിങ്ങളെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ കാലുകൾ കെട്ടി നിർത്തിയേക്കുന്ന ഒരു എനർജി, അല്ലെങ്കിൽ ഒരു തടസ്സം, ഒരു വേലിക്കെട്ടുകൾ വെച്ച് നിങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. മുന്നോട്ടേക്ക് പോകാൻ കഴിവുണ്ട്, പ്രാപ്തരാണ്, അതുപോലെ നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ട്. എന്ത് സിറ്റുവേഷൻസിനെയും നേരിടാനും അതിജീവിക്കാനും നിങ്ങൾ തൊടുന്നതെല്ലാം നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഒന്നെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ ഓവർ കൺട്രോളിങ്, ആവശ്യമില്ലാത്ത ഡിസിഷൻ എടുപ്പിക്കൽ, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റക്നെസ്, നിങ്ങൾക്കൊന്നും ചെയ്യാനോ മുന്നോട്ടേക്ക് വിജയം കാണാനോ പറ്റാതെ നിങ്ങൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുന്ന ഒരു എനർജി, നിങ്ങൾക്കൊരു മാറ്റം വരുത്തുന്നില്ല. നിങ്ങൾക്ക് ഒരു ഉന്നതിയോ ഉയർച്ചയോ വരുത്താത്ത വിധം ഫ്യൂച്ചർ ഇല്ലാത്ത പോലെ നിങ്ങൾ നിൽക്കുന്ന ഒരു എനർജിയാണ്. അതിൽ നിങ്ങൾ ഒരുപാട് മാനസിക പിരിമുറുക്കവും വിഷമവും അനുഭവിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരു വ്യക്തികളുടെ കൺട്രോളിൽ കടന്നു പോകേണ്ടി വരുന്ന ഒരു എനർജിയിൽ. പക്ഷേ ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം, ഒരു ജഡ്ജ്മെൻറ്റാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്കൊരു പുതിയ തുടക്കം, നിങ്ങൾക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പുതിയ തുടക്കം യൂണിവേഴ്സ് ഇട്ട് തരുന്നു. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് പ്രപഞ്ചം തന്നെ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു എനർജി, അത് നിങ്ങളെ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറ്റാനും നിങ്ങളെ മറ്റൊരു വ്യക്തിയാക്കി എടുക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, അതായത് ഭയത്തിൽ നിന്നും നിങ്ങളെ മൂവ് ഓൺ ചെയ്യിക്കുന്ന, നിങ്ങൾ പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഇനി ഒരു വ്യക്തിയുടെ ബന്ധത്തിൽ, ഒരു സ്നേഹത്തിൽ തന്നെയാണെങ്കിലും നിങ്ങൾ പെട്ടുപോയിട്ട് അവിടെ നിന്നും നിങ്ങൾക്ക് കര കയറാനും പറ്റുന്നില്ല. അവരുടെ കൺട്രോളിങ്ങും അവഗണനയും മറ്റു മാനസിക വേദനകളും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ശക്തമായ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നു. ഇന്നലകൾ വരെ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്ക് ഇനി മാറ്റം വരുത്തുക എന്നൊരു എനർജിയിലേക്കും, നിങ്ങളെ സ്ട്രോങ് ആയിട്ട് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കുക എന്നൊരു എനർജിയിലേക്കുമാണ് പോകുന്നത്. 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നു, നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു എന്നാണ് കാണുന്നത്. ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായ ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്നും ബിഗ് ചേഞ്ചിങ് ആണ്, ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പം എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.